പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് കോഴിക്കോട് മേയർ ഒ സദാശിവൻ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. അപ്പൊ എന്താന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും. തീർച്ചയായിട്ടും ഇതിന്റെ അകത്തേക്ക് ഒരാൾക്കും ഇനി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംവിധാനം എന്റെ അറിവിലില്ല. ഞാൻ പരിശോധിച്ചേ പറയാൻ കഴിയുള്ളൂ കേട്ടോ. ആ പീസിൽ എന്ത് നടപടിക്രമങ്ങൾ നീങ്ങി എന്നുള്ളത് ഞാൻ അന്വേഷിച്ച് പറയാം കേട്ടോ. ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുക. നമ്മൾ കോഴിക്കോട് കോർപ്പറേഷനകത്തെ ദൃശ്യങ്ങളിലേക്കാണ്. കോർപ്പറേഷൻ സെക്രട്ടറി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു, മനസ്സിലാക്കുന്നു. അവിടെ UDF പ്രവർത്തകർ അടക്കം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് തന്നെയാണ് പറഞ്ഞത്. അൺഫിറ്റായ ബിൽഡിംഗ് ആണെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? 3 ആളുകളാണ് സാർ മരണപ്പെട്ടത്. ആര് മറുപടി പറയാൻ പറ്റൂ? ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇത് ചോദിക്കാൻ വരുന്ന ആൾക്കാരോട് പോലീസിനെ വെച്ച് തടഞ്ഞു നിർത്തുക, ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നിൽക്കുക. പാവപ്പെട്ട 3 ആൾക്കാർ മരണപ്പെട്ടു. എന്താ സാർ സെക്രട്ടറി? അതായത് ഇന്നുണ്ടായ സംഭവം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ്. സംഭവിക്കാൻ പാടില്ല. അത് സ്ഥിരം പരിപാടിയല്ല. ഈ ദുഃഖകരം എന്ന് പറഞ്ഞു ഒഴിയുന്ന നടപടിയല്ല ചെയ്യുന്നത്. അല്ല, ഞാൻ പറയട്ടെ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കുറെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട്. ആദ്യം ഇനിയും പരിക്ക് പറ്റിയ 2 പേരുണ്ട്. അവരുടെ ചികിത്സയും മറ്റു കാര്യങ്ങളുമായിട്ട് കോർപ്പറേഷൻ മേയറും ഉൾപ്പെടെയുള്ളവരും മെഡിക്കൽ കോളേജിലുണ്ട്. 3 പേര് ഇവിടെ ഉണ്ട്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചു. എൻ്റെ അറിവിൽ അത് അവിടെ ഒരു അൺഫിറ്റ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അത് അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയുള്ള കൗൺസിലർമാരും അങ്ങനെ ഒരു ആവശ്യം കോർപ്പറേഷനിൽ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ, മേയറുമായിട്ട് അന്വേഷിച്ചപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർമാർ അവരൊക്കെയാണല്ലോ, ഒരു കൂട്ടായ്മയാണല്ലോ ഇത്. ഒറ്റക്ക് ആരും ഒരു മേയറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് എല്ലാം കൂടിയാണല്ലോ. അവിടെയുള്ള കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ നിരന്തരമായി അവിടെയൊക്കെ ഇടപെടുന്ന ആളുകളാണ്. അവരാരും അങ്ങനെ ഒരു ആവശ്യവും ഇതുവരെ ഉന്നയിച്ചിട്ടൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.